കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലെ മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. മേത്തല അഞ്ചപ്പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നുകാലി ഫാമിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്കാണ് തള്ളുന്നത്. മാലിന്യം വന്നടിയുന്നത് മൂലം ദുർഗന്ധവും കൊതുക് ശല്യവും കൊണ്ട് പരിസരവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫാമിലെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ള മാലിന്യം രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് പമ്പ് ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. തോടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ ഈ ചാണകമാണ് കൂടുതലും, അല്ലാണ്ട് വെള്ളം അങ്ങനെയല്ല. ചാണകം ഇങ്ങനെ ഇതുകൊണ്ട് കലക്കിയാണ് വിടുന്നത്. അപ്പം അതിങ്ങനെ പോകാണ്ട് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വെയിൽ വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് ഒരു ഉച്ച നേരത്തും രാത്രി ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ തൊട്ടടുത്ത് കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾക്കും ഇതെല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണിത്. വടക്കേ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പുറത്ത് അബീബ് എന്ന് പറയുന്ന ആള് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമാണ്. 6 മണിയാകുമ്പോൾ തുടങ്ങും വെള്ളം തോട്ടിലേക്ക് അടിച്ചൊഴിക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. 6 മണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അത്രയും മണമാണ്. അത് ഫാമിലെ മണം പോലെയല്ല തോന്നുന്നത്. ഇത് കക്കൂസ ടാങ്ക് ഇങ്ങനെ മാലിന്യം ഒഴുക്കി വിടുന്ന മണമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഒരാളും വന്ന് വെള്ളം പോലും കുടിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു പോണതാണ്. എന്തെങ്കിലും സാറന്മാർ ഇത് ചെയ്തെന്ന ഉപകാരം. ഇതുവരെ ശ്വാസം പൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്വാസം പൊട്ടായി പണം കൊണ്ട് കെടുക്കാൻ പറ്റണില്ല. സന്ധ്യയാകുമ്പോഴെങ്കിലും നമുക്കത് കയറി കിടക്കണ്ടേ. മണം കൊണ്ട് കെടുക്കാൻ പറ്റൂല. 1 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കര നാട്ടായിരിക്കും. എന്ത് ചെയ്യും? വയസ്സന്മാർ കഷ്ടപ്പെടുക വരെ കിടന്ന്. ഇവര് എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടും ഇവർ ഇയാള് പറഞ്ഞ അവിടെ ചെന്ന് ഒച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്കിവിടെ ജീവിക്കണം. ആൾക്ക് ജീവിച്ചോട്ടെ. 2 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ, 1 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ. ഇതിപ്പോൾ നമുക്ക് ഈ അയലന്തരത്തൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യണത്. ഇന്നലെ വെളുപ്പിന് അന്നേരം 12 മണിക്ക് സ്മെല്ലെന്ന് പറഞ്ഞാൽ അപാര സ്മെല്ലാണ്. സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. വേറെ ഒന്നുമല്ല. അത് അയാൾ ഇവിടെ അല്ല താമസിക്കണതേ. അയാൾ വലിയടത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ അയലൊക്കെ അടുത്താണ് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഇങ്ങനെ പരക്കും. ഈ തോട്ടിലേക്കാണ് വിടുന്നത്. തോട്ടിലേക്ക് വിടാൻ ശരിക്കും പാടില്ല. ശരിക്കും തോട്ടിൽ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചാണാൻ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളൊരു വീട്ടിലൊരു പാത്രം കഴിയണ വെള്ളം ഈ തോട്ടിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാർ അടച്ചു കളയും. അങ്ങനെ ഇതിപ്പോൾ അവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ പൈപ്പ് ഇപ്പോൾ അടച്ചിട്ടില്ല. പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല.